ചങ്ങായിമാരെ, നമ്മള് സുരേഷ് ഗോപിന്റെ മോനെ അഭിനയം അറിയില്ല എന്ന് പറയുമ്പോ എല്ലാരും വന്നിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് സുരേഷ് ഗോപിനെ കണ്ടുട്ടായിട്ടാണ്. സുരേഷ് ഗോപി സംഖ്യയായോണ്ട് നിങ്ങൾക്ക് പിടിക്കാത്തേന്ന്. അതൊന്നും വിട്ടേനി. സുരേഷ് അണ്ണൻ തന്നെ വന്ന് പറഞ്ഞിട്ടാ ഓരോ മോൻ ഒരു പുണ്ണാക്കും അറിയില്ലാന്ന്. അതും പറഞ്ഞത് എന്താണെന്നറിയാം, ഒരിക്കലും വിജയിക്കാത്ത രണ്ടാമത്തെ ദിവസം തന്നെ പൊട്ടിപ്പൊളിഞ്ഞ സിനിമക്ക് 1000ാമത്തെ വിജയാഘോഷം നടത്തുന്ന രീതിയിലെന്ന്. അത് രണ്ടാമത്തെ ദിവസം തന്നെ സിനിമ തീർന്നിനി, ചത്തിനി. പക്ഷെ ആ സിനിമ ഇപ്പോഴുണ്ടല്ല 1000ാമത്തെ വിജയാഘോഷം നടക്കുന്നു. സംവിധായകനും നടന്മാരും എല്ലാം കൂടിയിട്ട് ഒരു വർഷം വരെ തുടരും ഈ വിജയാഘോഷം. നമുക്ക് എന്തായാലും സുരേഷ് ഗോപി അണ്ണൻ മാധവ സുരേഷിനെ കുറിച്ച് പറഞ്ഞത് എന്താണെന്നാ കേൾക്കാം. ആക്ച്വലി നമ്മുടെ JSKയില് മാധവ് എങ്ങനെയുണ്ട്? JSKയിൽ എനിക്ക് ഡബിങ്ങിന് കണ്ടപ്പോ എനിക്ക് അത്ര തൃപ്തിയല്ലായിരുന്നു. ഓക്കെ, പക്ഷെ ഇന്ന് എനിക്ക് കണ്ടപ്പോ തോന്നി കുഴപ്പമില്ലല്ലോ എന്ന് തോന്നി. എനിക്കൊരു ഒറ്റ ഷോട്ട് മാത്രമേ ഉള്ളൂ, അവൻ കണ്ണ് വല്ലാണ്ട് എനിക്ക് തോന്നുന്നു ആദ്യം എടുത്തതാ. അപ്പൊ ഈ സത്യമൊന്നും ജയിക്കുന്ന സ്ഥലമല്ലേ കോടതി, കണ്ണ് ഇങ്ങിരിക്കുന്ന എനിക്ക് അത് മാത്രമേ ഉള്ളൂ. എനിക്ക് എന്തോ ഒരു അതിനകത്ത് പോരെ സുരേഷ് ഗോപി അണ്ണൻ തന്നെ പറഞ്ഞു കണ്ണ് പുറത്തു വരും, അമ്മാതിരി അഭിനയാണ്. പിന്നെ ആ സിനിമയിൽ ഏകദേശം എല്ലാ സമയത്തും ഈ കണ്ണ് തുറച്ചിട്ട് തന്നെയാണ് സുരേഷ് അണ്ണ. ഇനി ആരും നമ്മളെ പറയണ്ട, സുരേഷ് അണ്ണൻ സംഖ്യ ആയോണ്ടെന്ന് സുരേഷ് അണ്ണന്റെ മോനെ നമ്മൾ കളിയാക്കുന്നു. സുരേഷ് അണ്ണൻ തന്നെ പറഞ്ഞു സുരേഷ് അണ്ണൻ സംഖ്യയാണല്ല. അണ്ണൻ തന്നെ അണ്ണന്റെ മോനെ പറ്റി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ന്യായീകരിക്കാൻ വരുന്ന ഒരാളുണ്ട്, സുരേഷ് അണ്ണന്റെ മോന ന്യായീകരിക്കാൻ വരുന്ന ആരറിയാം? ആ സിനിമേന്റെ സംവിധായകൻ. ആ ഓനെന്ന് സംവിധായകൻ വിളിക്കാൻ പറ്റുന്ന നമുക്കറിയില്ല. നമുക്ക് എന്തായാലും ഒരു ന്യായീകരണം ഒന്ന് കേട്ടു നോക്കാം. അതെന്താ സംഭവം എന്ന് വെച്ചാല് മാധവന്റെ ഫസ്റ്റ് ഷോട്ടാണത് ഈ സിനിമയില്. സിനിമ തുടങ്ങി ആദ്യത്തെ ദിവസം സുരേഷിന്റെ ഷോട്ട് വെച്ച് ഉച്ച കഴിഞ്ഞ് മാധവന്റെ ഷോട്ട്. അപ്പൊ അത് എനിക്ക് തന്നെ മനസ്സിലായി വലിയ ബുദ്ധിമുട്ടായിരിക്കും അത്. പക്ഷെ എനിക്ക് വേറെ ഓപ്ഷനും ഇല്ല. പക്ഷെ സെക്കൻഡ് ഡേയിലേക്ക് നമ്മളത് വെച്ചു. മാധവിന്റെ ആദ്യത്തെ സീനാണ്. പക്ഷെ ഫസ്റ്റ് അവൻ ഷെയർ ചെയ്യേണ്ടത് സുരേഷേന്റെ കൂടെ ആയിരുന്നു. അപ്പൊ ഇവന് ഈ ടെൻഷൻ വന്നിട്ട് എന്റെ അടുത്ത് എപ്പോഴും വന്നോണ്ടിരിക്കും. എനിക്ക് വേറെ യാതൊരു ഓപ്ഷൻ ഇല്ല, കാരണം അന്ന് ആ വീട് മാറിക്കൊടുക്കണം, ഈ സീൻ എടുത്തേ പറ്റൂ, ദിവ്യയുടെ ഡേറ്റും ഇല്ല. അപ്പം സത്യം പറഞ്ഞാല് ചേട്ടൻ അകത്തിരുന്നേ ഉള്ളൂ, പുറത്തുനിന്ന് എങ്ങനെയൊക്കെ അവൻ അകത്തു വന്ന് കയറി കസേര ഇരുന്നതേ ഉള്ളൂ. എനിക്കത് മനസ്സിലാകും. അപ്പം പക്ഷെ ഇതുപോലെയുള്ള സംവിധായകനുണ്ടാ, സംവിധായകൻ തന്നെ പറയുന്നു ആ ഷോട്ട് ഓക്കെ ആയില്ല, പക്ഷെ വേറെ രക്ഷയില്ലാത്തതുകൊണ്ട് ആ ഷോട്ടം കിട്ടുക. പിന്നെ എവിടെയാണോ മാധവ സുരേഷ നീളം നന്നാവുക? ഇതുപോലത്തെ ഊള സിനിമയിൽ ഊള സംവിധായകന്റെ കൂടെ എല്ലാം വർക്ക് ചെയ്ത് കഴിഞ്ഞാല് ഞാനെല്ലാം കേട്ടിട്ടുണ്ട് ഒരുപാട് സംവിധായകരെ കുറിച്ചിട്ട്. ഒരു സീനിന് വേണ്ടി 3-4 ദിവസം കഷ്ടപ്പെടും, അത്രയും ഡെഡിക്കേറ്റഡ് ആണ്. ഇവനെ പോലത്തെ സീരിയൽ സാമാനങ്ങളെല്ലാം കൊണ്ടുവന്നിട്ട് എന്തായാലും കുഴപ്പമില്ല, കിട്ടിയതിനെ കൊണ്ട് ഓണം പോലെ എന്നെല്ലാം വെച്ച് സംവിധാനം ചെയ്ത് കഴിഞ്ഞാല് മാധവ സുരേഷ നീ ഇപ്പൊ നീ ഇനി ഇവന്റെ സിനിമയിൽ അഭിനയിച്ചാടല്ല ഏർന്ന് മോള് പോവും. എനക്കെന്താ തോന്നുന്നറിയാം, മാധവ് സുരേഷ് ഈ സിനിമന്റെ പ്രിവ്യൂ കൊണ്ടിട്ട് സെൻസർ ബോർഡിനെ അങ്ങോട്ട് പറഞ്ഞു തോന്നും ഈ സിനിമ ഒരു കാരണവശാലും പുറത്തിറങ്ങാൻ വിടാൻ പാടില്ല, പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് ഏറലാന്ന്. പക്ഷെ നമ്മളെപ്പോലത്തെ ആൾക്കാർ എന്താക്കി ജോരം പ്രശ്നമാക്കിയിട്ട് സിനിമ എന്ന് പറഞ്ഞാല് ഒരു സംവിധായകന്റെ സ്വാതന്ത്ര്യമല്ലേ, ആ സ്വാതന്ത്ര്യത്തെ കയറിയിട്ട് സെൻസർ ബോർഡ് ഒരിക്കലും ഇടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആ സിനിമ എങ്ങനെയല്ലോ പുറത്തിറക്കി. നമ്മളെ ഭാഗത്തും തെറ്റുണ്ട് കേട്ടാ, നമ്മളെ ഭാഗത്തേ തെറ്റുള്ളൂ. ഈ സിനിമ സെൻസർ ചെയ്യാണ്, ഈ സിനിമ റിലീസ് ചെയ്യാനേ പാടില്ലായിരുന്നു, ഒരു കാലത്ത് റിലീസ് ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷെ സംവിധായകന് സുഖല്ലേ, ഇമ്മാരി 8 പൊട്ടി സിനിമക്ക് ഇതുവരെയായിട്ട് 1000 വിജയാഘോഷമായി. ഇനിയും കൊണ്ട് ഒരു വർഷം വരെ സുരേഷ് അണ്ണന് വേറെ രക്ഷയില്ലല്ല, മോനും കൂടി 10,000 വിജയാഘോഷം നടത്തും. അതുകൊണ്ട് നീ സേഫാണ്. വേറെ ഒരു സിനിമ ഇതിന് കിട്ടൂല, അത് വേറെ കാര്യം. പക്ഷെ ഈ ഒരു സിനിമ കൊണ്ട് നീ ഇങ്ങനെ വിജയാഘോഷം നടത്തിക്കൊണ്ടിരിക്കാം. മറ്റേ സീനില് ഒരു ആറ്റിറ്റ്യൂഡ് ക്യാരിയിങ് ഉണ്ട്. വന്നിട്ട് സാറ് കാരണമല്ലേ ജാനകിക്ക് ഇങ്ങനെ ഒരു ഇത് വന്നത്, അപ്പൊ സാറിനോട് അതിനകത്ത് ഉത്തരവാദിത്തമില്ലേ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ നോക്കിയ ഒരു സൈലൻസ് ഉണ്ട്. നോ യൂസ് ടോക്കിംഗ് ടു ദിസ് ഗായ് എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് കയറി ഡയലോഗ് ഇല്ലാതെ. ഇറ്റ്സ് നോ യൂസ് ടോക്കിംഗ് ടു ദിസ് ക്രാപ്പ്. എന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ പടപടാന്ന് ഞാൻ ഇന്നലെയില് ഫോട്ടോ എല്ലാം കൂടെ പേഴ്സ് എല്ലാം കൂടെ മടക്കി ക്ലിപ്പ് ചെയ്തിട്ട് എഴുന്നേറ്റ് സോറി ഫോർ ദി ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോകുന്ന ആ ഒരു ഇതുണ്ട്. അങ്ങനെ ബാഗ് എടുത്ത് കറക്കി എടുത്ത് തോളിലിട്ടിട്ടൊരു ഒറ്റ പോക്ക്. അപ്പോഴാണ് ഞാൻ വിളിക്കുന്നത് നവീൻ എന്നല്ല അപ്പൊ വിളിക്കണ്ടായിരുന്നു സുരേഷനെ, ഗംഗയെന്നാ വിളിക്കണ്ടായിരുന്നു. എന്നിട്ട് സുരേഷനെ ഗംഗയെന്ന് വിളിച്ചിട്ട് അവനെ ബാഗ് എടുത്ത് ചുഴറ്റി എറിഞ്ഞ പോലെ അവന്റെ കാലയെ വലിച്ചിട്ട് ചുഴറ്റിയും കയറിയണായിരുന്നു. പിന്നെ ആ ഡയലോഗ് പോലെ തന്നെ സുരേഷ് അണ്ണനും ഈ സംവിധായകനെല്ലാം കൂടിയിട്ടാണ് ചെക്കനെ ഈ ഏറെ കൊണ്ടുപോയി വിടുന്നത്. ഒരിക്കലും കഴിവില്ല എന്നുള്ള ചെക്കനാ എങ്ങനെയെങ്കിലും സുരേഷ് അണ്ണനെ സൂപ്പർ സ്റ്റാർ ആക്കണം.
ചെക്കനെ ബലിയാടാക്കി. ചെക്കനെ ഇപ്പൊ എയറിൽ പോകുന്ന ബലിയാടാക്കി. അത് മാത്രമായി ഈ മൊണ്ണ സംവിധായകനാണെങ്കിൽ ചെക്കൻ എന്ത് ഉള്ളത്തരം കാണിച്ചാലും അടിപൊളി അടിപൊളി സൂപ്പർ എന്ന് പറഞ്ഞിട്ട് ചെക്കനെ അങ്ങ് കയറ്റി വിടും എയറിലേക്ക്. അണ്ണൻ അടുത്ത പ്രാവശ്യം ഈ വേട്ടാവളിയ സംവിധായക അണ്ണന്റെ അടുത്ത് ഡേറ്റിന് വന്നിട്ടുണ്ടെങ്കിൽ അണ്ണൻ എന്താ പറയണ അറിയാം? അണ്ണന്റെ മാസ്റ്റർ ക്ലാസ് ഡയലോഗില്ലേ, ഏത് മോഹൻ തോമസ് അല്ല, നീ ആരാ, നീ ആരാ, നീ എന്തിനു വന്നു, എന്നെ എന്റെ മോനെ ഏറെ കയറ്റിയില്ലടാ നീ പറഞ്ഞിട്ട് ചവിട്ടി അങ്ങ് ഓടിക്കണം കേട്ടാ. ഇനി അടുത്തത് എനിക്ക് സത്യം പറഞ്ഞാല് സുരേഷ് അണ്ണന്റെ മുഖം കണ്ട ഭയങ്കര സങ്കടമായി. നിങ്ങൾ അത് കണ്ടു നോക്കട്ടെ, അത് ഭയങ്കര സങ്കടവും. സുരേഷ് അണ്ണന്റെ മുഖം നിങ്ങൾ ശ്രദ്ധിക്കണേ. സുരേഷ് ചേട്ടൻ അത് പറഞ്ഞതിന് നമുക്ക് തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. കാരണം അതൊരു അച്ഛന്റെ രോദനമാണ് അല്ലേ? രോദനമാക്കണം ഇരിക്കട്ടെ, അങ്ങനത്തെ ഡയലോഗേ ഉള്ളൂ എന്റെ കയ്യിൽ കീശയില്. അതാ സത്യം പറഞ്ഞ സുരേഷ് അണ്ണന്റെ ആ സമയത്ത് മുഖം കണ്ടപ്പോ സുരേഷ് അണ്ണ സംഖ്യയാണെങ്കിലും എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. ആങ്കറെ എന്നാലും നീ സുരേഷ് അണ്ണനെ നീ അങ്ങനെ പറഞ്ഞില്ലേ, നീ നോക്കിക്കോ ഇനി നിന്റെ രോദനം, നമ്മളെ സംഘി കുട്ടികള് നിന്റെ രോദനം ഈ സോഷ്യൽ മീഡിയ മുഴുവൻ കേൾപ്പിക്കും. നീ സൂക്ഷിച്ചു നിന്നോ. ഏതെങ്കിലും ഒരു വേദി കിട്ടിയാൽ സുരേഷ് ഗോപി പാടുന്നു എന്ന് പറഞ്ഞ അപ്പം ഒഴുകിറതേ இதயம் வரை நனைகிறதே உலா போகும் மேகம் கனம் காணுமே விழா காணுமே வானமே இளைய நிலா ഒഴുകിറതേ. സത്യം പറഞ്ഞാലുണ്ടല്ല സുരേഷ് ഗോപിയാണ് ഇപ്പൊ സംഖ്യകളപ്പുറം കാണും പോലുള്ള മനുഷ്യനൊന്നും അല്ലേനു. ആസിഫ് അലിന്റെ അടുക്ക് ഒരു സിനിമയെ പറഞ്ഞൊരു ഡയലോഗ് ഇല്ലേ, ഞാൻ ഇങ്ങനൊന്നല്ലായിരുന്നു. അതുപോലെ സുരേഷ് ഗോപിയാണ് ഇങ്ങനെയൊന്നല്ലായിരുന്നു. നല്ല അഭിനയായിരുന്നു, നല്ല മനസ്സുള്ള മനുഷ്യനായിരുന്നു, നല്ല പാട്ടായിരുന്നു. പക്ഷെ സംഘികള് ഒരു കളിക്ക് ആളില്ലാന്ന് പറഞ്ഞിട്ട് സുരേഷ് അണ്ണനെ കളിക്കാൻ കൂട്ടി അന്ന് തൊട്ടിട്ട് സുരേഷ് അണ്ണൻ ഇന്ന് വരെ സംഘികൾ എന്താണോ കളിക്കുന്നത് സുരേഷ് അണ്ണൻ അതിലും മുകളിൽ കയറി കളിക്കാൻ തുടങ്ങി. സംഘികൾ എന്ത് ഉളത്തരം പറഞ്ഞാലും സുരേഷ് അണ്ണൻ അതിന്റെ അത് കൂട്ടി അങ്ങിടും. അമ്മാതിരി ഉളത്തരം പറയാൻ തുടങ്ങി. അങ്ങനെയാണ് ഇപ്പം കാണുന്ന സുരേഷ് അണ്ണനിലേക്ക് ഈ സുരേഷ് അണ്ണൻ എത്തിയത്. അതിനുശേഷം ഇപ്പം കാണുന്നതെല്ലാം ചരിത്രം. ആ ചരിത്രത്തെ പറ്റി ഞാൻ നിങ്ങൾ പറയണ്ടല്ല. സുരേഷ് അണ്ണൻ ഇനിയും കുത്തി നോവിക്കാനെ കൊണ്ടാവില്ല. റിയൽ കോർട്ട് റൂം ഡ്രാമ ഇതിനൊക്കെ ശേഷം പുറത്തിറങ്ങിയിരിക്കുന്ന JSKക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് റേഡിയോ മാംഗോയുടെ ഈ ഒരു ഫാൻ ഫെസ്റ്റ് ഇവിടെ അവസാനിക്കുമെങ്കിലും നമ്മൾ സുരേഷ് ചേട്ടൻ ഒരു ചെറിയ ഒരു സ്വീറ്റ് ഒരു ടോക്കൺ ഓഫ് ലവ് എന്നൊക്കെ പറയില്ലേ, അത് കൊടുക്കട്ടായോ? അപ്പോ കൊടുക്കട്ട സുരേഷ് ചേട്ടന് കൊടുക്കാന്ന നീ കാത്തു നിന്നോട്ടാ. നിനക്കുള്ള കൊടുക്കട്ടയും വടയും ചായല്ലോ നമ്മളെ സംഘിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നീ സൂക്ഷിച്ചു നിന്നോ, അല്ലെങ്കിലേ നല്ലത് ചെയ്താൽ തന്നെ സംഘികൾ തൂറി എറിയും. അപ്പൊ നീ നമ്മളെ സുരേഷ് അണ്ണൻ ആ വേദി കൊണ്ടുപോയിട്ട് സുരേഷ് അണ്ണനെ നോക്കി, സുരേഷ് അണ്ണന്റെ മോനെ നോക്കി. അപ്പൊ സംഘികൾ എമ്മാരി തൂറി എറിയില്ലായിരിക്കും. നീ കാത്തിരുന്നോടി. അങ്ങനെ രണ്ടാമത്തെ ദിവസം തന്നെ പൊട്ടിപ്പൊളിഞ്ഞ സിനിമയുടെ 1000ാമത്തെ വിജയാഘോഷത്തിന് പോയിട്ട് സ്വന്തം മകന ഏറെ കയറ്റിയ സുരേഷ് ഗോപി അണ്ണ, നിങ്ങളാണ് മാസ്. അവൻ ഗുണ്ടയല്ല, അവൻ ഒരു അഭിനയം അറിയാത്ത ഒരു വേട്ടാവണി ചെറുക്കനാണ്. അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ സുരേഷ് ഗോപി അണ്ണനും എന്റെ ഒരു നല്ല സുലാൻ.